അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും ഫാമിലിയും എല്ലാം ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് സൺഡേ ഉച്ച മുതലുള്ള കാര്യങ്ങളൊന്ന് കാണാം. ഞങ്ങളിപ്പം ഉള്ളത് അനിയത്തിയുടെ വീട്ടിലാണ്, കൊല്ലത്താണ്. അപ്പം അനിയത്തിയുടെ വീട്ടിൽ തലേ ദിവസം ഞങ്ങൾക്കൊന്ന് പോകേണ്ടി വന്ന്, സാറ്റർഡേ പോകേണ്ടി വന്ന് അത്യാവശ്യമായിട്ട്. അപ്പം അതിനുശേഷം ഞങ്ങൾ പിറ്റേന്ന് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഇക്കയ്ക്ക് ചെറിയൊരു തലച്ചുറ്റൽ പോലെ, കാരണം ഇയർ ബാലൻസിൻ്റെ ചെറിയ എന്തോ ഒരു പ്രശ്നമായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട്, ഇക്ക കുറച്ച് നേരം കൂടെ ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. സിസ്റ്റർ വീട്ടിലുണ്ടായിരുന്നില്ല, സിസ്റ്റർ വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അവൾ നേരത്തെ പോയായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്കത്തേക്കൊന്നും ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അൽഷബയിൽ വന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മന്തി മതിയെന്ന് മക്കൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അൽഷബയിൽ വന്ന് മന്തി കഴിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ടേ വരുന്നോളെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തതായിരുന്നു. ഇതിപ്പോൾ രാവിലെ വരും എന്ന് വിചാരിച്ച് എല്ലാവരും റെഡിയായി നിന്നപ്പോഴാണ് ഇക്കൊക്കെ ചെറിയ ഇങ്ങനെ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വന്നത്. അവർക്ക് ഒരുപാട് ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഡ്രൈവ് ചെയ്യാനൊരു പേടി കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എന്നിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. എത്രവട്ടം പറയാം? പോയി മച്ചു കൊള്ളായിരുന്നു. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ഇല്ലടോ, ആ വള്ളി കെട്ടാൻ ഞാൻ എന്താ വള്ളി അഴിഞ്ഞ് കിടക്കുന്നു. ബാൻഡ് എടുത്താ കയ്യിൽ, തലയിൽ കിടന്ന ബാൻഡ് എന്തേ? ജ്യൂസ് വേറെ കടയിൽ നിന്ന് മേടിക്കാം. വണ്ടി പോയി കയറുമ്പോ അവിടെ ഇരുന്ന് കളയല്ലേ പ്ലീസ്. അതെനിക്കുള്ള ഡ്രസ്സ്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ വന്നത് അഡ്വഞ്ചർ പാർക്കിലാണ്. സൺഡേ ആയതുകൊണ്ട് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ കയറി കുറച്ച് നേരം മക്കളെ കളിപ്പിച്ചിട്ടൊക്കെയാണ് പോയത്. അതുമാത്രമല്ല, നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അടുത്ത് പാർക്കുകളൊന്നുമില്ല. അന്നേരം നമുക്ക് മക്കളെ കളിപ്പിക്കണമെങ്കിൽ തന്നെ നമ്മൾ വന്നാൽ ഇവിടെ ഒന്നുകിൽ RP മാളിൽ, കൊല്ലത്ത് വന്നാൽ RP മാളിലോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള പാർക്കുകളിലോ കൊല്ലത്ത് വരുമ്പോഴാണ് കയറ്റാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇക്കൊക്കെ വയ്യെങ്കിലും ഒക്കെ പറഞ്ഞ് കുഴപ്പമില്ല, കുറച്ച് നേരം അഡ്വഞ്ചർ പാർക്കിൽ മക്കൾ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറിയത്.
ഒരുപാട് തവണ ഞാൻ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വന്നിറങ്ങിയപ്പം കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പക്ഷിശാസ്ത്രജ്ഞർ എന്നാണോ പറയുന്നത്, നമ്മൾ ഈ തത്തയെ കൊണ്ടൊക്കെ കാർഡ് എടുപ്പിച്ചിട്ട് ആളുകളെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, കുറച്ചു കാലം മുമ്പൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് പേരെ കണ്ട് ഞങ്ങൾ എന്നിട്ട് അകത്തേക്ക് കയറാനായിട്ട് ടിക്കറ്റ് എടുത്ത്, എനിക്ക് തോന്നുന്നു അഡൾട്ടിന് 24 രൂപയും ചിൽഡ്രൻസിന് 12 രൂപയായിരുന്നെന്ന് തോന്നുന്നു ടിക്കറ്റ് ചാർജ്. പക്ഷെ നമ്മൾ ഇത്രയും ഈ 24ഉം 12ഉമാണ് കൊടുക്കുന്നെങ്കിലും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്ത്. പക്ഷേ നമ്മൾ ചില റൈഡിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം, ബോട്ടിങ്ങിനും സെപ്പറേറ്റ് പൈസ കൊടുക്കണം. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 രൂപയും 15 രൂപയോ, അത് 5 രൂപയോ 10 രൂപയൊക്കെ ആ ചിൽഡ്രനും അഡൾട്ടിനും വരുന്നത്. ഇപ്പം അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി, കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയപ്പോഴത്തേക്കും അതിനനുസരിച്ച് റേറ്റും കൂടി 24ഉം 12ഉം ആയി. അപ്പൂസിനെ പിടിച്ചോണേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇറങ്ങട്ടെ. 5 വയസ്സിന് എടുക്കണം. ബോട്ടിങ് അല്ലല്ല, ഇത് കുറച്ചുകൂടെ നല്ല ബോട്ട്. നമ്മള് പോയത് അന്ന് കാഴ്ച സുഖമല്ല. അഷ്ടമുടിക്കായലിലൂടെ സഫാരി ബോട്ടിൽ ട്രിപ്പ് നടത്താൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് 15 മിനിറ്റ് ആഹാരമൊക്കെ കഴിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് മതിയാ. ഛർദിക്ക് ഫുഡ് കഴിച്ചതേ ഉള്ളൂ. ഇല്ല എന്നാ കൊച്ചിറങ്ങട്ടെ. ഇറങ്ങണ അപ്പൂസിന് ഇറങ്ങണോ നിൽക്കുക, ഒന്ന് പിടിച്ചിറക്കേ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉടനെ വന്നതുകൊണ്ട് തന്നെ ഞാനും ഇക്കയും പറഞ്ഞ് കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇതിനകത്തോട്ട് കയറിയതെങ്കിലും കയറിയ പാടെ അവർ ചെറിയ ചെറിയ റൈഡുകളിൽ കയറാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഈ കറങ്ങുന്ന റൈഡൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തലച്ചുറ്റുകയും ചെയ്യും, വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് രണ്ടുപേരും കേൾക്കുന്നില്ല. അപ്പൂസ് പക്ഷേ ഇച്ചിരി നേരം ഒന്ന് കറങ്ങിയപ്പോഴേ അവന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഹനായും ഹംദാനും പിന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടാത്ത അവസ്ഥ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇക്ക അപ്പൂസിന്റെ പുറകെ പോയി. എനിക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളാണ് ഇഷ്ടം. ഇവിടെ വന്നാലും എന്താ ഇങ്ങനെയുള്ള റൈഡല്ല, ഇതുപോലെ റോപ്പിൽ കയറുക, അതല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ കയറിയിട്ട് ചാടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും താല്പര്യം കേട്ടോ. സ്കൂളിലാണെങ്കിലും നമ്മൾ പഠനത്തെക്കാളും അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതലും സ്പോർട്സിലാണ്. നമ്മുടെ നിർബന്ധത്തിനാണ് പഠിക്കുന്നത്. അവന് കൂടുതലും സ്പോർട്സ് കാര്യങ്ങൾ ആ രീതിയിലാണ്, ഫുട്ബോൾ ആ രീതിയിലാണ് അവൻ്റെ ഇത് പൊക്കോണ്ടിരിക്കുന്നത്.
പാലം വർഷങ്ങളായി പണി കഴിപ്പിച്ചിട്ട്, പക്ഷേ ഇതുവരെ അതിലൂടെ വണ്ടികളൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഈ തവണ വന്നപ്പോഴത്തേക്കും അതിലേക്കൂടെ ഒരുപാട് വണ്ടികൾ പാസ് ചെയ്ത് പോകണമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ അവിടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു പാലമാണ്. നമുക്ക് ഇതുവഴി നേരെ ചെന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഇറങ്ങാൻ പറ്റും. കളക്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊല്ലം സ്ഥലങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ പാലം കാണിക്കുന്നുണ്ട്, കാരണം ഞങ്ങൾ ഈ പാലത്തിലൂടെയാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പാലവും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. റൈഡിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് കൊടുത്ത് വേണം കയറാൻ കേട്ടോ. അപ്പം ഹനായിക്കും അപ്പൂസിനും കയറണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കയറ്റിയെങ്കിലും അപ്പൂസ് ഒരു ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും, നമ്മുടെ അടുത്തുനിന്ന് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും പേടിയാവുന്ന ഇറങ്ങണമെന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ട് അവനെ ഇനി ഇറക്കിയായിരുന്നു. അവനെ ഇറക്കിയിട്ട് അവനെ വേറെ റൈഡിൽ കയറ്റി ചെയ്ത് നമ്മൾ പേ ചെയ്തതിന് ഒരു കൗണ്ടറിൽ തന്നെ എല്ലാം പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവനെ വേറൊരു റൈഡിലൊക്കെ കയറ്റുകയാണ് ചെയ്തത്. ഹന അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 15-20 മിനിറ്റോളം അതിനകത്തിരുന്ന് ബോട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അപ്പൂസിന് ഇഷ്ടപ്പെട്ട റൈഡിനകത്താണ് കയറ്റിയത്. കുറേ നേരം അപ്പൂസതിനകത്ത് സ്പെൻഡ് ചെയ്ത്, അതിനകത്ത് അപ്പൂസും ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവനകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത്. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നമ്മൾ ഹംദാനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അവനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഒരുപാട് നേരം അവൾ ആ പെഡസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കിയതായിരിക്കണം അവളുടെ കൈ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നെ കാണിച്ചു തരുവാണ്, അമ്മി ഇങ്ങനെ ആയി, ഇപ്പം ഞാൻ വിരല് കൊണ്ടാണ് കറക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പം അടുത്തോട്ട് വന്ന് ക്യാമറയിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ് ആൾ കേട്ടോ. കണ്ട കൈയുടെ അവിടെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഇങ്ങനെ ജമ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹംദാനെ ഒരു റൈഡിലും കയറ്റിയില്ല, എനിക്കിതിനകത്ത് കയറണമെന്നും പറഞ്ഞ് ഹംദാനാണ് ടിക്കറ്റ് എടുത്തതെങ്കിലും അപ്പൂസ് കയറി. കാരണം അപ്പൂസ് കയറി അധിക നേരം നിൽക്കാറില്ല. നമ്മൾ എപ്പോൾ ആ റൈഡിൽ കയറിയാലും അപ്പൂസ് അതിനകത്ത് വലുതായിട്ട് നിൽക്കാറില്ല. അപ്പം ജസ്റ്റ് 1-2 സെക്കൻഡ് അതിനകത്ത് നിന്ന് ചാടിയിട്ട് കുഴഞ്ഞെന്നും പറഞ്ഞ് ഇനി ഇറങ്ങുകയാണ് ചെയ്യാറ്. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ആദ്യം അപ്പൂസിനെ കയറ്റി 1-2 സെക്കൻഡ് അവൻ അതിനകത്ത്, അല്ലെങ്കിൽ 1-2 മിനിറ്റ് അതിനകത്ത് ചാടി കഴിയുമ്പം അവനെ ഇനി ഇറക്കിയിട്ട് ഹംദാനെ കയറ്റുകയാണ് ചെയ്യുന്നത്. വെറുതെ നമ്മളൊരു ടിക്കറ്റും കൂടെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. കണ്ട ഇത് ജസ്റ്റ് അത്ര നേരമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് അവനിഞ്ഞ് ഇറങ്ങും. കൂടുതൽ നേരം അവൻ നിൽക്കത്തില്ല അതിനകത്ത്. ഹംദാൻ ഇതിനകത്ത് കയറുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവനിങ്ങനെ ജമ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത്, അതായത് മറിഞ്ഞ് വീഴാതെ നിൽക്കണം. അതിനു വേണ്ടിയാണ് കുറേ നാളായിട്ട് ഇതിനകത്ത്. അല്ലാതെ അവൻ ഫ്ലിപ്പ് ചെയ്ത് നിൽക്കാറുണ്ട്, പക്ഷേ ഈ ചെറിയൊരു സ്പ്രിങ് ആക്ഷൻ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാം, സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് അവൻ നോക്കുന്നത്. അവൻ്റെ കൂടെ വളരെ കൊച്ചു കുട്ടികളാണ് നിന്ന് ചാടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പയ്യെ ചാടുമ്പോൾ അവർക്ക് കളിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ മറിഞ്ഞ് വീഴാത്ത. പേടിയോ ഇറങ്ങുഞ്ഞേ. ഷൂ എടുത്തിട്ടോ. പിന്നെ നീ മരം കയറി മറിയാമെന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ലാണ്ട. മതി, ഇനി അതിനകത്തോട്ട് പിടിക്ക്. വീട്ടിൽ ചെന്നിട്ട് കയ്യും കാലൊക്കെ വേദന എടുക്കുന്ന തടവി തരാൻ പറഞ്ഞാൽ ഞാൻ തടവി തരത്തില്ല. അഹങ്കാരം കാണിച്ചിട്ട് അവിടെ വന്ന് കിടക്കരുത് കേട്ടാ. നാളെ സ്കൂളിൽ പോള നിൽക്കി അവിടെ നില്ല. അറിഞ്ഞു വീണ ഞാൻ കാത്തു പിടിക്കത്തില്ല പറഞ്ഞേ. ഇപ്പൊ മറിഞ്ഞു വീണ് ഒരു തവണയും കൂടെ ട്രൈ ചെയ്തു. വീടാതെ നിൽക്കാൻ പഠിക്ക്. ഓക്കെ ഓക്കെ. കുഞ്ഞു കുഞ്ഞു പേടിയുണ്ട്.
ബാപ്പി സ്പീഡിയാട്ട് സ്പീഡി വലുതൊന്നുമല്ല അത്രേ ഉള്ളൂ. അത് മിക്കവാറും രണ്ട് അതിന്റെ പാട്ടെല്ലാം ഇളകി ദൂരെ ദൂരെ പോകുന്നത്. കാല് നൊന്താ ഇടയ്ക്ക് വീണാ? എന്തു പറഞ്ഞ വീട്ടിലാ? എന്തു പറ്റി? കാല് മുറിഞ്ഞാ? കാല് അല്ല എന്തോ അവക്ക് അത്രയും ഇതിന് കിട്ടത്തില്ല. അവക്ക് അങ്ങനെ പോയി പറ്റത്തുള്ളു. അവക്ക് വീതിക്ക് കൈക്ക് അത്രയും വീതിയില്ല. പുഷപ്പ് അടിക്കുന്നു. എന്തേ എന്റെ പൊന്നെ, ഒരു എന്തോ പറയുന്ന അരയടിയേ ഉള്ളു പുഷപ്പ് അടിക്കുന്നു. ഓ നോക്കട്ടെ, ക്യാമറയിലൊന്ന് കാണിച്ചേ ആ മസിലൊന്ന് കാണിച്ചേ, ആളുകൾ കണ്ണുവിടും. ഒന്ന് നോക്കട്ടെ, ഷർട്ടൊന്ന് മാറ്റി, മസിലുണ്ടോ നോക്കട്ടെ. അവിടെ അല്ല, കയ്യിലെ മസിലൊന്ന് കാണിച്ചേ, കയ്യിലെ മസിൽ കാണിക്കാൻ. ഉടുപ്പ് മാറ്റി കാണില്ല, നോക്കട്ടെ, ഞാൻ ഞെക്കി നോക്കട്ടെ പവറുണ്ടോന്ന്. ഓ എൻ്റെ പൊന്നെ, നല്ല പഴം പോലത്തെ മസില്.
കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ഇതാ ഹന വന്ന കോലവും പോണ കോലവും വേണേൽ നോക്കിക്കോ. ഡ്രസ്സ് മൊത്തം അഴുക്കായിട്ടുണ്ട്. മറ്റവരുടെ ഡ്രസ്സ് പെട്ടെന്ന് അറിയത്തില്ല. ഹനയുടെ വൈറ്റായിട്ട് നല്ലപോലെ അറിയാം. ഇടയ്ക്കിടെ ഉരുളുമായിരുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ വേദികളിലും കയറി. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് കണ്ട പാലം. ഈ പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അഡ്വഞ്ചർ പാർക്കും കാണാം. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്വഞ്ചർ പാർക്ക് കാണാൻ പറ്റും കേട്ടോ. മക്കൾ ഇക്കായി എല്ലാം കുഴഞ്ഞിരുന്നുകൊണ്ട് അവരാരും ഇറങ്ങിയില്ല. ഞാൻ ജസ്റ്റ് ഇറങ്ങി ഇവിടെ നിന്നുകൊണ്ട് ഈ പാർക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോണ വഴിയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മൺഡേ ആണ്, സ്കൂളിൽ പോകണം. അപ്പം അരി ആട്ടി വയ്ക്കുക അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ ഞങ്ങൾ അതുകൊണ്ട് ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും.